നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പച്ച വീട്ടിൽ പ്രശ്നേഷ്, അതായത് പച്ച വീട്ടിലെ ദുരന്തം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഭാര്യയും ഭർത്താവും. മുമ്പ് ഇവർ ഭയങ്കര ഫേമസ് ആണ്. അതായത് മുമ്പ് ഇവർ നാട്ടുകാരെ കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കി. നാട്ടുകാരിപ്പോൾ നടന്നു പോവുകയാണെങ്കിൽ അവനെന്തുകൊണ്ട് നടന്നു പോകുന്നു, അവനെന്തുകൊണ്ട് ഇരുന്ന് പോകും കൂടാ, അവനെന്തുകൊണ്ട് കിടന്നു പോകൂടാ, അങ്ങനെ ഒരുമാതിരി സംസാരിച്ച്, അല്ലെങ്കിൽ അവൻ എന്തിനെന്നിങ്ങനെ നോക്കി, അവൻ എന്തുകൊണ്ട് തന്നെ ഈ കണ്ണുകൊണ്ട് നോക്കി, അവൻ എന്നെ മറ്റേ കണ്ണുകൊണ്ട് നോക്കിക്കൂടാ, അങ്ങനെ എന്തിനും പ്രശ്നമുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് പച്ചവീട്ടിൽ പ്രശ്നേഷ്. ആ പച്ചവീട്ടിലെ മനുഷ്യൻ 2 ദിവസം മുമ്പ് സ്വന്തം വീട്ടിലെ പ്രശ്നമെന്ന് പറഞ്ഞ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നു. നാണമില്ലാത്തൊരു മനുഷ്യൻ സ്വന്തം വീട്ടിൽ 4 ചുമരിനുള്ളിൽ തീരേണ്ട പ്രശ്നം നാട്ടുകാരെ മൊത്തം ഭയങ്കര അഭിമാനത്തോടെ ഇരുന്ന് പറയുന്ന ആ വ്യക്തിയെ എന്താണ് വിളിക്കേണ്ടത്? അതിന് സപ്പോർട്ടായിട്ട് സ്വന്തം ഭാര്യയും. അവൻ എന്തെങ്കിലും മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ആഡ് ചെയ്ത് പറയാൻ ഭാര്യ. സ്വന്തം അമ്മയുടെ ദാമ്പത്യ ജീവിതം നശിച്ചതിനെ പറ്റി സ്വന്തം അമ്മയുടെ മുമ്പിൽ പറയുന്ന ഒരു മകൻ, അതിന് സപ്പോർട്ടായിട്ടുള്ള ഒരു ഭാര്യ, അമ്മയും അനിയത്തിയും കുറ്റം പറയുന്ന ഒരു ഭാര്യ, അത് കേട്ട് ചിരിച്ച് രസിച്ച് കുറ്റങ്ങൾ പറയുന്ന ഈ ഒരു വ്യക്തിയെ അവനെ എന്താണ് വിളിക്കേണ്ടത്? അവൻ്റെ വീഡിയോ കാണുന്നവരോട് ഒരു അപേക്ഷയുണ്ട്. അവനെ അൺസബ്സ്ക്രൈബ് ചെയ്യുക, ഡിസ്ലൈക്ക് ബട്ടൺ അമർത്തുക. അവനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് അവനെ 0 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ നോക്കുക. അവൻ ഈ വീഡിയോ വിറ്റ് കാശുണ്ടാക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വന്തം പെങ്ങളുടെ സ്വർണത്തെ പറ്റിയും സ്വന്തം വീടിൻ്റെ കാശിനെ പറ്റിയും. കാശ്, സ്വർണം, വീട്, ഇതെല്ലാമാണ് അവൻ്റെ പ്രശ്നങ്ങൾ. എന്തൊക്കെയാണ് അവ ഇരുന്ന് പറയുന്നത്? സ്വന്തം കുടുംബം നോക്കി എൻ്റെ കണക്ക് പറയുന്നു. ഇങ്ങനെയുള്ളവരൊക്കെ കഷ്ടം തന്നെ. സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ അവന് വലുത്. സ്വന്തം വീട്ടിലെ പ്രശ്നം കാറിലിരുന്ന് പറയുന്നു, ഒരു മുറിയിലിരുന്ന് പറയുന്നു. ഒരിക്കലും ഇവറ്റങ്ങളെ പോലുള്ള വീഡിയോ നിങ്ങൾ കാണാതിരിക്കുക. അവൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നിങ്ങൾ കുറയ്ക്കൂ. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോഴേ അവൻ മനസ്സിലാവുള്ളൂ. സ്വന്തം അമ്മയെ പറ്റി സോഷ്യൽ മീഡിയയിൽ കുറ്റം പറയണമെങ്കിൽ എത്രമാത്രം മനസ്സ് ദുഷ്ടത്തരമായിരിക്കണം. പണ്ട് നാട്ടുകാരെ പറ്റി കുറ്റം പറഞ്ഞു നടന്നു. ഇപ്പോഴിതാ സ്വന്തം അമ്മയും പെങ്ങളെയും പറ്റി കുറ്റം പറഞ്ഞെടുക്കുന്നു. അവൻ്റെ ഭാഗം ക്ലിയറായിട്ട് എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വീട്ടുകാരെ മൊത്തം നെഗറ്റീവും അവൻ പോസിറ്റീവുമാക്കുന്നു. അവൻ ചിരിച്ചും മലർന്നും എന്തൊക്കെയാണ് അവൻ പറയുന്നത്? ഇവൻ്റെ വീഡിയോ സത്യത്തിൽ നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് തരുന്നത്. എന്താണ് ഇവൻ്റെ വീഡിയോയിലുള്ള പോസിറ്റീവ്? നെഗറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ എന്തിനീ ഇവൻ്റെ വീഡിയോ കാണുന്നു? നമ്മുടെ അന്നത്തെ ദിവസം മൊത്തം നെഗറ്റീവായിരിക്കും. വീണ്ടും ഞാൻ പറയുന്നു, ഇവനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് 0 സബ്സ്ക്രൈബേഴ്സ് ആക്കുക.